Hi guys, Spairo YouTube channel പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഒരു കൂളറിനെ കുറിച്ചായിരുന്നു. എങ്ങനെയാണ് ഒരു കൂളർ ഉണ്ടാക്കുന്നത്? അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടേബിൾ ഫാൻ അല്ലെങ്കിൽ പെഡൽ ഫാൻ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് ഒരു കൂളർ ഉണ്ടാക്കുകയെന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഒരുപാട് കമൻറ്റ് കിട്ടി. അതിൽ ഒന്നാമത്തെ കമൻറ്റ് ഇതായിരുന്നു, വീഡിയോൻ്റെ കമൻറ്റ് ഡിസേബിൾ ആയിരുന്നു, അതൊന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബാക്കി കുറേ പേർക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐസ് ക്യൂബ്സ് ബോട്ടിലിട്ട് ഫാൻ ഓൺ ചെയ്യുമ്പോൾ അത് ഇവാപ്പറേറ്റ് ചെയ്ത് അതിലെ മോയ്സ്ചേഴ്സ് ഉണ്ടായിട്ട് താഴോട്ട് വെള്ളം ഉറ്റുറ്റി താഴെ വീഴുമോ, ആ വെള്ളം ഫാന് കൂടി ഇങ്ങോട്ട് വരുമോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് എല്ലാവർക്കും ചോദിച്ചിരുന്നു. ഞാൻ ആ ഫാൻ ഒരു 1.5 hour യൂസ് ചെയ്ത് നോക്കി. എനിക്കങ്ങനെ മോയ്സ്ചറൊന്നും നമ്മളെ നേരെ വന്നില്ല. തണുത്ത കാറ്റുണ്ടായിരുന്നു, നല്ലോണം തണുത്ത കാറ്റ് കിട്ടിയിരുന്നു, അങ്ങനെ വെള്ളത്തുള്ളികളൊന്നും വീണില്ല. പിന്നെ താഴെ ഫാനിൻ്റെ അടിഭാഗത്ത് ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ വിചാരിച്ച പോലെ വെള്ളം ഇങ്ങനെ ആ ഉറ്റം മൊത്തം 1/2 ലിറ്റർ വെള്ളം അങ്ങോട്ട് മറിയൊന്നുമില്ല. പിന്നെ അതിന് ഞാൻ ചെയ്തൊരു സൊല്യൂഷൻ എന്താ വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത്, ഒരു തോർത്ത് പോലത്തെ ഒരു തുണി എടുത്ത് ആ ഫാനിൻ്റെ അടിയിലിട്ടായിരുന്നു. അപ്പോൾ ഇനി അഥവാ ഉറ്റി വീഴുന്ന ഡ്രോപ്സ് ആണെങ്കിലും അത് തുണി അങ്ങ് എടുത്തോളും. ഇനി ചിലവർ പറഞ്ഞ് വേറൊരു പ്രശ്നമുണ്ട്, അവർക്ക് ഫാനിൻ്റെ മുകളിൽ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ ഗ്രില്ല് വേറെ എന്തോ ഒരു ടൈപ്പ് ഗ്രില്ലാന്ന് അവർ പറയുന്നത്. അത് ഏത് മോഡലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതിന് നമ്മളൊരു സൊല്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം ബോട്ടിൽ ഫാനിന് റിമൂവ് ചെയ്യുക. അത് ഇത്ര എഫിഷ്യൻസി ആയിരിക്കില്ല, നമ്മൾ ഈ ഫാനിൽ വെച്ച് ചെയ്യുന്നതിൻ്റെ അത്ര എഫിഷ്യൻസി അതിനുണ്ടാവില്ല. നമ്മൾ നേരെ അത് വിൻഡോൻ്റെ കമ്പിയിൽ, ഞാൻ അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. വിൻഡോൻ്റെ കമ്പീൻ്റെ മുകളിൽ അതേപോലെ കെട്ടി വെച്ചിട്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്റർ, ഫാനിൻ്റെ മുകളിൽ വെക്കുന്ന അത്രയൊരു എഫക്റ്റീവ് ആയിരിക്കില്ല. അതുപോലെ നിങ്ങൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റ് ഒരു ഓർഡറിൽ ഹോൾ ഇട്ട് കൊടുക്കുക. താഴെ വരെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. താഴെ ഇനി വെള്ളം ഉറ്റുന്നൊരു പേടിയുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഇൻ കേസ് കറണ്ട് പോയി കഴിഞ്ഞ് ഫാനിൻ്റെ ഇത് നിന്ന് കഴിഞ്ഞാൽ വെള്ളം ഉറ്റും. അതേപോലെ ഐസ് കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അതിൽ നിന്ന് എന്തായാലും ഉറ്റും. കാരണം അത് ഐസ് എന്നുള്ള ഫോമിൽ നിന്ന് മാറി ലിക്വിഡിലേക്ക് മാറിയതിനെ കൊണ്ട് അവിടെ വെള്ളം ഉറ്റാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അത് ഫാനിൻ്റെ ഉള്ളിൽ കൂടി നമ്മളെ മേത്തേക്ക് വരുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവില്ല. ഇനി അഥവാ വെള്ളം താഴെ ഉറ്റി നാശാവുന്ന പേടിയുള്ളവർ ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്ത് തന്നെ മുകളിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു ബൗളിലൊരു തുണി എടുത്ത് ഇട്ടാൽ മതി. അത്ര ഒരു കുറച്ച് ഡ്രോപ്സേ വരുള്ളൂ. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരും അഭിപ്രായങ്ങളും സജഷൻസൊക്കെ തരുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോയിലോ അതിന് മുമ്പത്തെ വീഡിയോയിലോ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.